കേരളത്തെ ചിരിയിലൂടെ ചിന്തിപ്പിച്ച കലാപ്രതിഭയാണ് ബഹദൂർ എന്ന് ഇ.ടി. ടൈസൺ മാസ്റ്റർ. കേരളത്തിലെ കലാപ്രേമികളെ ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന കാതലായതും പൊരുളുള്ളതുമായ തമാശകളുടെ സുൽത്താനായിരുന്നു അന്തരിച്ച ശ്രീ ബഹദൂർ എന്ന് ഇ.ടി. ടൈസൺ മാസ്റ്റർ പറഞ്ഞു. നല്ലൊരു ലൈബ്രറിയുടെ പേര് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്കൂളുകളിലും കലാപ്രതിഭകൾക്ക് ഈ മാസം അവസാനത്തോടുകൂടി നമ്മൾ കുട്ടികൾക്ക് പുസ്തക നിരവധിയായിട്ടുള്ള കൊച്ചു പരിപാടികൾ കൊണ്ട് സമ്പന്നമാണ് ബഹദൂറിൻ്റെ ഓർമ്മ ഇവിടെ നിലനിർത്തുന്നത്. അപ്പോൾ അത് ഈ പ്രാവശ്യവും കൃത്യമായി തുടരുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഖബറിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ള ചടങ്ങ്. നമുക്കറിയാം, കലാകാരന്മാർ എപ്പോഴും ഈ സമൂഹത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ചവരാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ഒരേ ആശയത്തോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെയൊക്കെ നിലനിർത്താൻ ഈ കലാകാരന്മാർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് എന്ന് കേരളത്തിൻ്റെ അനുഭവം വെച്ച് നമുക്ക് പറയാൻ കഴിയും. ബഹദൂറിന്റെ 26ാം ചരമദിനത്തിന്റെ ഭാഗമായി ബഹദൂർ സ്മൃതി കേന്ദ്രം സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹദൂർ സ്മൃതി കേന്ദ്രം സെക്രട്ടറി ഗോകുൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. കൈലാസൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ.ബി. ഷഫീഖ്, അഫ്സാദ്, സ്മൃതി കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ബാബു, കാദിയാളം മഹൽ ഖത്തീബ് സാബിഖ് മൗലവി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗം അബ്ബാസ് കുട്ടി കുടങ്ങലൂർ, എക്കോ ഇബ്രാഹിം, നൌഷാദ്, റിയാസ്, ഷമീർ പതിയാശ്ശേരി എന്നിവർ സംസാരിച്ചു.